ഇതിനിടയിൽ വരുന്നൊരു വിവരം രാഹുൽ ഗാന്ധി പുറത്തേക്ക് പോകും, പൈലറ്റ് വാഹനങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ തുടരും. രാഹുൽ ഗാന്ധി പുറത്തേക്ക് പോയിട്ട് കെ സി വേണുഗോപാൽ ആ വീട്ടിലിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് പോകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിൽ പോലോൺ അതിനുള്ള സാധ്യതയാണോ തെളിയുന്നത്? മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിലവിൽ ജയറാം രമേശ് ഉണ്ട്. ജയറാം രമേശ്, മല്ലികാർജ്ജുൻ ഖാർഗെ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലുള്ള കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തിയാൽ അവിടെ വെച്ച് പ്രഖ്യാപനത്തിനുള്ള സാധ്യതയുണ്ടോ? വി ഡി ആണെങ്കിലും ആർ സി ആണെങ്കിലും അത് കെ സിയെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കാനാണോ ഇനി തീരുമാനം? ആദിൽ പാലോൺ. ഉറപ്പായും അങ്ങനെ ഒരു സാധ്യത പ്രധാനമായും ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്കൊപ്പം കെ സി വേണുഗോപാൽ കൂടി ഉടനെ പുറത്തേക്ക് വരികയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും എന്നാണ് നമുക്കിവിടുന്ന് സുരക്ഷാ ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ മുഴുവൻ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. സുനേരി ബാഗിലെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. വസതിക്ക് മുന്നിൽ പൈലറ്റ് വാഹനങ്ങൾ തയ്യാറായി കഴിഞ്ഞു, വാഹനവ്യൂഹം തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ വാഹനവ്യൂഹം പുറത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കെ സി വേണുഗോപാലും ഒപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജാജി മാർഗ് 10 രാജാജി മാർഗ് 10ാം നമ്പർ വസതിയിലേക്ക്, അത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയാണ്, ആ വസതിയിലേക്ക് രണ്ടുപേരും കൂടി എത്തുന്നതിനുള്ള സാധ്യതയാണ് അരുൺകുമാർ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരും. അതിനുള്ള ഒരുക്കങ്ങൾ വീടിന്റെ മുൻവശത്ത്, വസതിക്ക് മുൻവശത്ത് തയ്യാറായി കഴിഞ്ഞു. കെ സി വേണുഗോപാലും ഒപ്പം പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ നേരെ രാജാജി മാർഗിലേക്ക്, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അരുൺ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒരുമിച്ചായിരിക്കും എത്തിച്ചേരുക. അവിടെ ജയറാം രമേശ് കൂടിയുണ്ട്. ഇപ്പോൾ മുകുൾ വാസ്നിക് ഖർഗെയുടെ വസതിയിലേക്ക് എത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും രംഗം മാറുന്നു. ക്ലൈമാക്സിൽ അടുത്ത രംഗത്തേക്ക് നമ്മൾ നീളുകയാണ്. ഏറ്റവും പുതിയ രംഗം, ഏറ്റവും പുതിയ വേദി, അത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതി. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇതിനകം ജയറാം രമേശ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മാധ്യമ വിഭാഗത്തിന്റെ കൂടി ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ജയറാം രമേശ്. ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയ നിരീക്ഷകനായ മുകുൾ വാസ്നിക് കൂടി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എത്തേണ്ടത് രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തേണ്ടത് കെ സി വേണുഗോപാൽ. അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ, രാഹുൽ ഗാന്ധി എന്നിവർ മല്ലികാർജ്ജുൻ ഖർഗെയുടെയും വസതിയിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ചാണോ പ്രഖ്യാപനം എന്നുള്ളതാണ്. എല്ലാ കണ്ണുകളും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക്. നമുക്കിപ്പം വൈ എസ് അഭിനന്ദ് കൂടി ചേരുന്നുണ്ട്. വൈ എസ് അഭിനന്ദ്, മുകുൾ വാസ്നിക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ പൈലറ്റ് വാഹനങ്ങൾ ഇപ്പോൾ റെഡിയാക്കുന്നു. രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് രാജാജി മാർഗിലുള്ള 10ാം നമ്പർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് വരികയാണ്. എന്താണ് നൽകുന്ന സൂചന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിൽ പാലോട്, ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വെച്ച ജയറാം രമേശിന്റെ സാന്നിധ്യത്തിൽ, മുകുൾ വാസ്നിക്കിന്റെ സാന്നിധ്യത്തിൽ, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കെ സി വേണുഗോപാൽ തന്നെ ആ പേര് പ്രഖ്യാപിക്കുമോ? കേരളത്തിലുള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീഡിയോ RCO എന്ന പേരായിരിക്കുമോ കെ സി പ്രഖ്യാപിക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ചർച്ച എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് നിയമസഭാ കക്ഷി യോഗം ഉണ്ടാകുമെന്നും ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നും ജയറാം രമേശ് ഇന്നലെ വൈകുന്നേരം പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇന്ന് ഇങ്ങനെയൊരു ചർച്ചയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടേയില്ല. അപ്പോൾ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിന് ശേഷം ഒരു സൂപ്പർ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കെ സിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനാണോ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ കളമൊരുങ്ങുന്നത്? അതിൽ പാലോൺ. ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരെല്ലാവരും പുറത്തേക്ക് വരും, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് പോകും. ഒരു പ്രഖ്യാപനം പിന്നീട് നടത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്നീ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളും നിരീക്ഷകന്മാരും എല്ലാവരും എത്തി. ഒരുപക്ഷെ ദില്ലിയിൽ വെച്ച് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണോ ലക്ഷ്യം എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അതിനുശേഷം സ്വാഭാവികമായും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുള്ള നീക്കത്തിലേക്ക് പോയാൽ മതിയല്ലോ എന്നുള്ള ചർച്ച കൂടിയുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. അരുൺ.